കുറേ നാളുകൾക്കും ഉണ്ടായൊരു വലിയൊരു അനുഭവം. കേരളത്തിലൊരു റിച്ച് മനുഷ്യൻ, ഒരുപാട് സമ്പന്ന കുടുംബം, ഏക്കർ കണക്കിന് തോട്ടങ്ങളും കൃഷിസ്ഥലങ്ങളും ബിസിനസ്സും ഫാക്ടറിയും ഒക്കെ ഉണ്ടായിരുന്ന കുടുംബം. പക്ഷേ എല്ലാം തകർന്നടിഞ്ഞടിഞ്ഞടിഞ്ഞ് അവസാനം തീരാറായി. നല്ല മനുഷ്യരാണ് അവർ. പള്ളിയിൽ പോകുന്നവരും പ്രാർത്ഥിക്കുന്നവരും വൈദികരെയോ സഭയോ ഒന്നും പീഡിപ്പിക്കുന്നവരൊന്നുമല്ല. പ്രസലോഷ് അവരൊക്കെ സ്ഥിരം ദൈവത്തോട് ഒരു പള്ളി തന്നെ പണിയുന്നതിന് എനിക്ക് തോന്നുന്നു, ഒരു കേരളത്തിലൊരു നല്ലൊരു പള്ളി തന്നെ, അവരുടെ രൂപത്തിലൊരു പള്ളി തന്നെ പണിയുന്നതിന് അവരുടെ കാരണവന്മാർ പിതാക്കന്മാർ ഒരുപാട് സഹായം മുഴുവൻ തന്നെ അവർ തന്നെയാണ് പണിയിപ്പിച്ചു കൊടുത്തത്. അതുപോലെ പണം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം തീർന്ന് അവസാനം 0 അടിക്കാറായി. അപ്പോൾ തകർന്ന് തരിപ്പണമായി കഴിഞ്ഞപ്പോൾ ഇവർ ആധ്യാത്മിക മേഖലയിൽ ഒരു കേരളത്തിലൊരു ധ്യാനഗുരുവായ അച്ഛനെയൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്ത് സുവിശേഷ വേലയ്ക്കൊക്കെ പോയിക്കൊണ്ടിരുന്നവരും കൂടി. പക്ഷേ ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുക. പ്രാർത്ഥന ഇഷ്ടം പോലെ നടന്നുകൊണ്ട് പക്ഷേ തകരുക. അപ്പം അങ്ങനെയൊക്കെ ഈ കുടുംബം ഒരു ദിവസം അവിടുത്തെ ഒരു മുതിർന്നയാൾ, കുടുംബത്തിലെ ഏറ്റവും മുതിർന്നയാൾ എൻ്റെ അടുത്തുനിന്ന് ഒരു 65 വയസ്സോളം പ്രായമുള്ള മനുഷ്യനാണ്. അപ്പം എൻ്റെ അടുത്ത് നിന്ന് അച്ഛൻ ആകെ തകർന്നിരിക്കുക. പ്രശ്നം എങ്ങനെ അച്ഛനൊന്ന് വന്ന് വെഞ്ചരിക്കാൻ പറ്റുമോ? പ്രശ്നം ഞാൻ പറഞ്ഞു, ഞാനൊരിടത്തും വെഞ്ചരിക്കാൻ പോകാറില്ല, പരിശുദ്ധാത്മാവ് അത് പോകണ്ടെന്നാണ് പറയുന്നത്. പരിശുദ്ധാത്മ പറഞ്ഞ ആളുകളെ അങ്ങ് വിളിച്ച് കുടുംബത്തെ മൊത്തത്തിൽ ഈ സെൻറ്ററിൽ അല്ലെങ്കിൽ എവിടെയാണ് ശുശ്രൂഷ അവിടെ വിളിച്ച് പള്ളിക്കകത്ത് വെച്ച് ഡെലിവറൻസ് സാധാരണ ഈ ശുശ്രൂഷ ഞാൻ പള്ളിക്കകത്ത് വെച്ച് നടത്തണമെന്ന് പ്രശ്നം ദിവ്യകാരണത്തിൻ്റെ മുമ്പ് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു കൂദാശയുടെ അനുകരണം കൂടിയാണിത്. പ്രശ്നം സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കൈയടിച്ച് കത്താതെന്ന് പറഞ്ഞ് ഉച്ചത്തിൽ കൈയടിച്ചേ. അപ്പം അങ്ങനെ ഞാൻ പോവുകയില്ല, വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ പറഞ്ഞ സ്നേഹത്തോടെ ഞാൻ പറഞ്ഞു വിട്ടു. പക്ഷേ അവർ പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ നേരെ അവരുടെ പിതാവിൻ്റെ ബിഷപ്പിൻ്റെ അടുത്ത് വന്നു. ബിഷപ്പിൻ്റെ അടുത്ത് തന്നെ അവരുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞു. പിതാവിനൊക്കെ അവരെ നന്നായിട്ട് അറിയാം. അപ്പം ബിഷപ്പിനോട് അവരിങ്ങനെ പറഞ്ഞു, ഡൊമിനിക് അച്ഛനെ ഒന്ന് പിടിക്കാവോ? അപ്പം പിതാവിനെ വിളിച്ച് ഓരോ കാര്യങ്ങളെല്ലാം ഒത്തിരി ഒരു പ്രത്യേക തരം കേസാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛൻ ഞാൻ പറഞ്ഞു പിതാവേ ഞാൻ പിതാവ് പറഞ്ഞു അച്ഛൻ്റെ ഇഷ്ടം പോലെ തീരുമാനിച്ചാൽ മതി. പ്രസലോഷ് ഞാൻ പറഞ്ഞു ഓക്കെ പിതാവ്, ഞാൻ പ്രാർത്ഥിച്ചു. പിതാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവഹിതം എങ്ങനെയാണോ അതുപോലെ ഞാൻ പൊക്കോളാം. പ്രസലോട്ട് സർവ്വത്തെ പ്രത്യേക ഹല്ലേലൂയ. അപ്പോൾ അവരെന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം, ഈശോ എന്നോട് പറയുന്ന ഒരു ദിവസം ഞാൻ അങ്ങ് വരാം, അല്ല നിങ്ങൾ പറയുന്ന ദിവസം ഞാൻ വരില്ല, എന്നിട്ട് കാര്യമില്ല. പ്രസലോഷ് പരിശുദ്ധാത്മാവ് എന്നോട് ഉള്ളിൽ പറയുന്നൊരു ദിവസമുണ്ട്, അത് പറയുന്നത് എനിക്ക് നല്ല ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നു അവർ ഒക്കെ വെച്ചാൽ ഞങ്ങൾ ഉപവാസവും പ്രാർത്ഥന ഒരു കുടുംബം മുഴുവനും ഈ അപ്പൻ്റെ മക്കളും അവരെല്ലാവരും ഒരു എനിക്കൊരു 5-8 കുടുംബങ്ങളുണ്ട്. അവർ ഒറ്റ ഫാമിലിയുടെ ഇതാണ്, മൊത്തം തകർന്നു പോയി. അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു സംഭവത്തിന് ശേഷം 25-28 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനൊരു ദിവസം ഇങ്ങനെ അണക്കരയിൽ ഞാൻ താമസിക്കുന്ന തൊട്ട് ചേർന്നുള്ള ഒരു ചാപ്പലിൽ കുർബാന ഇങ്ങനെ അർപ്പിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ആത്മാവിലൊരു പ്രേരണ, പെട്ടെന്ന് ഇങ്ങനെ കുർബാന ഇടയ്ക്ക് വെച്ച് ഓർമ്മ ഇതേ നീ ഇന്ന് തന്നെ പോയി അവരുടെ വീടും ആ ഫാക്ടറി ഒന്ന് വെഞ്ചരിച്ചെടുക്കും, ഞാൻ നിനക്കൊരു അനുഭവം തരാൻ പോകും. പ്രസലോഷ് എന്നെ പരിശുദ്ധ പഠിപ്പിക്കാൻ വിടുന്ന സംഭവമാണ്. ഞാൻ വണ്ടിയിൽ നിന്ന് ഞാൻ പെട്ടെന്ന് കുർബാന കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നേരെ ഇവരെ വിളിച്ചു പറഞ്ഞു ഞാനിന്നങ്ങ് വരുന്നുണ്ട്, എനിക്ക് ഭക്ഷണവും വേണ്ട, ഞാൻ പൈസയും വേണ്ട, എനിക്കൊന്നും വേണ്ട. പ്രസലോഷ് ഞാനവിടെ ഒന്ന് വെഞ്ചരിച്ചിട്ട് പോരും, ഞാൻ ഒരു കാര്യത്തിൽ ഇടപെടില്ല, വേറൊരു കാര്യത്തിൽ എന്നെ ഏർപ്പെടുത്തിയേക്കരുത്. പരിശുദ്ധാത്മാവിനോട് എൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് ഞങ്ങൾ പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരിക്കും. പ്രസലോഷ് സ്ഥലം പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ കുറച്ച് ഇപ്പോൾ എൻ്റെ വണ്ടി എടുത്തു, ദൂരെ യാത്ര ചെയ്ത് വൈകുന്നേരം ഒരു 7 മണി 7:30 ആയപ്പോഴാണ് ഞാൻ അവിടെ എത്തുന്നത്. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ മുറിക്കകത്ത് വീട്ടിലിങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടി കരഞ്ഞു പറിച്ചു. ചെന്നപാടെ പരിശുദ്ധാത്മാവിന് പറഞ്ഞു ഇവരോട് ആദ്യം അപ്പനും അമ്മയും മക്കളെല്ലാം കൂടെ പരസ്പരം കാല് പിടിച്ച് ക്ഷമ ചോദിക്കാൻ പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുള്ള തെറ്റ്, അപ്പനും അമ്മയും മക്കളും കൊച്ചുമക്കളും ഒരുപാട് സംഭവം, ഇവർ സഹോദരങ്ങൾ എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാല് പിടിച്ച് ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് പറയാൻ പറയും. കാരണം ഈ വെറുപ്പിരിപ്പുണ്ടെങ്കിൽ പിശാചൊരിക്കലും പോകുകയില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ആരോടെങ്കിലും വിദ്വേഷമോ പകയോ പ്രതികാര ബുദ്ധിയോ യുക്തമോ ഉണ്ടെങ്കിൽ അന്ധകാരം വിട്ടുപോകില്ല. അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ ചോദിക്കാൻ പറയും. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നോക്കുമ്പോൾ തന്നെ ഈ പ്രായമുള്ളവർ തന്നെ കേട്ടോ, അവരങ്ങോട്ടും ഇങ്ങോട്ടും കാലുപിടിച്ച് ക്ഷമ ചോദിക്കുക. ക്ഷമ ചോദിച്ചപ്പോൾ ഈശോയോട് പറഞ്ഞു അവരോട് പറയാം ഒരു കരുണയുടെ ജപമാല ചൊല്ലാം. ദൈവകരുണ എന്ന് വെച്ചാൽ അത് വലിയൊരു അനുഗ്രഹമാണ്. ദൈവകരുണയിൽ ഒരാൾ ആശ്രയിച്ചാൽ അവൻ രക്ഷപ്പെടുമെന്നത് 100% ഉറപ്പാണ്. പ്രസലോഷ് എത്ര വലിയ പൈശാചിക ശക്തി ഉണ്ടെങ്കിലും ആ വ്യക്തിയെ വിട്ടുപോയിരിക്കും ദൈവകരുണയിൽ ഒരു വ്യക്തി ആശ്രയിച്ചു കഴിഞ്ഞു.
യാതൊരു സംശയമില്ല. സ്ഥലപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മുടെ കരുണയുടെ ജപമാല ചൊല്ലുന്ന ഒരു ആത്മാവ് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ലെന്നാണ് കർത്താവ് വിശുദ്ധ ഫൗസ്തീനയോട് വെളിപ്പെടുത്തിയത്. സ്ഥലപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പം അങ്ങനെ ഇവർ കരുണ മുട്ടുമേന്നുണ്ട്, മുട്ടുമേ നിന്നും വയ്യാത്തവരൊക്കെ ഉണ്ട്, നിന്നുകൊണ്ടൊക്കെ ഇവർ കരുണ കൊന്തയില്ല. ചൊല്ലിക്കൊണ്ടെങ്കിൽ പെട്ടെന്ന് പരിശുദ്ധം പറഞ്ഞു, ഹോളി വാട്ടർ എൻ്റെ കൂടെ ഞാൻ ആരെയും കൊണ്ടുപോയിട്ടില്ല. ഞാൻ ആനമ്പള്ളം എടുത്ത് എൻ്റെ കയ്യിലുണ്ടോ കൊണ്ടുവന്നു, ആനമ്പള്ളം എടുത്തിട്ട് തളിച്ചോളാൻ പറഞ്ഞു. ആരെയും ഞാൻ കൂട്ടത്തിൽ കൊണ്ടുപോയില്ല. ഞാൻ വീടിനകത്തോടെ എല്ലാം പോയി തളിച്ചിറങ്ങി വന്നിട്ട് ഞാൻ പറഞ്ഞു വണ്ടി എടുക്ക്, ഫാക്ടറിയിലോട്ട് പോകാതെ. ഫാക്ടറി ചെന്നു ഇപ്പം പരിശുദ്ധം പറഞ്ഞു ഇവരെ ആരും കൂട്ടും. അവിടുത്തെ ഒരു മാനേജറുണ്ട്, അവനവിടെ നിൽപ്പുണ്ട്. ആളെ ഞാൻ പറഞ്ഞു നമുക്കൊരിച്ചു വേറെ ആരും വരേണ്ടതാണ്. അപ്പോൾ കയറി അവിടെ 10-14 ജോലിക്കാരുള്ളൂ. 300-ലധികം ജോലിക്കാർ, 400ഓളം ജോലിക്കാർ വർക്ക് ചെയ്തിരുന്ന വലിയൊരു കമ്പനിയാണ്. കംപ്ലീറ്റ് തീർന്നു. അപ്പോൾ ശരിക്കും പോകുന്ന വഴിക്കാണ് ഈ മെഷീനൊക്കെ തുരുമ്പടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കയറിപ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ പെട്ടെന്ന് ഒരു പൈശാചിക ശക്തിയുടെ ഒരു ഒരു ഡിസേൺമെൻറ്റ് എനിക്ക് തോന്നി. ഇവിടെ എന്തോ അന്ധകാരമുണ്ട്. ചോദിക്കാം ഇവിടെ എന്നാ ചെയ്തതെന്ന് ഈ മനുഷ്യനോട് ചോദിക്കാമോ. ഞാൻ പറയാം ഇവിടെ ഈ സ്ഥലത്ത് എന്നാ ചെയ്തു. ഞാൻ പറയാ ഒരു പ്രത്യേക മന്ത്രവാദിയെ കൊണ്ടുവന്നൊരു മന്ത്രവാദവും പൂജയും പരിപാടിയൊക്കെ നടത്തിയ സ്ഥലം ഇവിടെ. ആര് ചെയ്തു? ഞങ്ങൾ ജോലിക്കാർ വർക്കേഴ്സ് ചെയ്ത. ഞാൻ പറഞ്ഞു, അപ്പോഴത്തേക്കും പുള്ളി കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു കരയൊന്നും വേണ്ട, പാപം മാരക പാപമോ ചെയ്തത്, അന്ധകാര ശക്തിയെ വിളിച്ചു വരുത്തിയത്. ഇങ്ങനെയുള്ള വഴിയെ പോലെ അന്ധകാര ശക്തിയെ വിളിച്ചു വരുത്തും കേട്ടോ, രോഗിയല്ല. പുള്ളി അപ്പോഴത്തേക്ക് അവിടെ നാനാമ്പളം തളിച്ച് പ്രത്യേക ഒരു പ്രയർ അവിടെ നിർത്തി. ഇത് അന്നാനി കാണിച്ചു പോകുന്ന വഴി ഇങ്ങനെ ചില സ്ഥലത്തിൽ ഇത് കാണിച്ചിരും. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതെല്ലാം ആനാമ്പളം തളിച്ചു ഫാക്ടറി പുറത്തിറങ്ങി ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പോവുക. വണ്ടിയിൽ കയറി ഞാൻ സെൻട്രലിലോട്ട് പോവുകയും ചെയ്തു. പിന്നെ തന്നെ യാത്ര ഞാൻ ആരും കൂട്ടുപിടിച്ചില്ല, ഒന്നിനും പിടിച്ച പരിശുദ്ധമോ ചില നിയമം പറയും, സംസാരിക്കത്തില്ല, നമ്മളങ്ങ് പോകും. അതിനൊക്കെ അർത്ഥമുണ്ട്, അതിന് ഒരുപാടൊരു കാര്യങ്ങളുണ്ട്. പ്രത്യേക ഹല്ലേലൂയാ. അങ്ങനെ ഞാൻ ചെന്നു. 1 മാസം തികയുന്നതിന് മുമ്പ് ഇവരെന്നെ വിളിച്ചു, അച്ഛനെ ഒന്നുകൊണ്ട് കാണണം. അവർ വരാൻ പറഞ്ഞു. അവർ വരുമ്പോൾ അവർ കരഞ്ഞുകൊണ്ട് എന്നെ ഓർമ്മയ്ക്ക് എൻ്റെ മുറി വന്നിട്ട് എല്ലാവരും മുട്ടുവെന്ന് കരയുക. അച്ചോ, 1 മാസം കൊണ്ട് ഞങ്ങളുടെ ഫാക്ടറി മുഴുവൻ റീഓപ്പൺ ചെയ്തു, വീണ്ടും തുറന്നു, പ്രശ്നങ്ങൾ തീർന്നു. 90% പ്രശ്നം തീർന്നു, ഞങ്ങൾ പുറത്തെത്തി. ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞു, ഇനിമേൽ പാപം ചെയ്യരുത്, കൂടുതൽ മോശമായത് സംഭവിക്കാതിരിക്കാൻ ഇനിമേലിൽ പാപം ചെയ്യരുത്. യു ഷാൽ നോട്ട് കമ്മിറ്റ് എനിമോർ സിൻ. സ്ഥലപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവ് പറഞ്ഞേ പോരാ ഉച്ചത്തിലോ. ഈ അന്ധകാര ശക്തികൾ ലോകത്തുണ്ട്. ഇത് ബൈബിളിൽ പഠിപ്പിക്കുന്ന ഇതുണ്ട്. പക്ഷെ ഇത് അറിയണമെങ്കിൽ ബൈബിൾ നമുക്കറിയാം. പൗലോസ്ലീഹ പോകുമ്പോഴാണ് അന്ധകാര ശക്തികളെ കാണാൻ പറ്റുക. വേറെ ആളുകൾ പോകുമ്പോൾ ഇതൊന്നും കാണാൻ പറ്റുന്നില്ലോട്ട്. അന്ധകാര ശക്തികൾ ഉണ്ടെന്നുള്ളൂ ഇല്ലെന്ന് അറിയുന്നത് അഭിഷേകമുള്ള ആളുകൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ മാത്രമേ. അന്ധകാര ഇത് നുണ പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാത്തെല്ലാം പറഞ്ഞ് കാണുന്നെല്ലാം പിശാച്, അതാണ് ഇതാണ്. ചില കൗൺസിലേഴ്സ് ഉണ്ട്, ചില ധ്യാന മേഖലയിൽ പോലും ചിലത് കൈവിട്ടു പോകുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. ഹല്ലേലൂയ. അതല്ല ഞാൻ പറഞ്ഞു. ചുമ്മയില്ലാത്ത ഇങ്ങനെ മനുഷ്യന് തോന്നുന്നതും അതും ഹലൂസിനേഷനും ചിന്തിച്ച് അതല്ല, അത് വേറെ. അതല്ല, ഇത് ശരിക്കും നമുക്കിതിൻ്റെ അനുഭവത്തിൽ ഇത് വളരെ ഗൗരവം. അതുകൊണ്ടാണ് സഭ നമ്മളോട് ശരിക്കും ഞാൻ ഈശോയിൽ നന്ദി പറയാം. ഈ പരിശുദ്ധ കുർബാന ബലിപീഠം കേന്ദ്രീകൃതമായ ജീവിതം നയിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം എൻ്റെ ജീവിതത്തിലേക്ക് അനുഭവമുണ്ട്. എനിക്ക് 1997 ശേഷം 1997 97 22 വർഷം മുമ്പ് 22 വർഷം മുമ്പ് ഞാനൊരു കൗൺസിലിങ്ങിന് പോയിട്ടുള്ളൂ. പിന്നെ ഇന്നവരെ പോയിട്ടില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പൈശാചിക വീടുകളും ഉണ്ടാകാറുണ്ട്. ഇതുണ്ടാകുമ്പോൾ ഞാൻ നാട് നീളെ ഓടി നടക്കാനോ ആരുടെയും പുറകെ പോകാറ്. ഞാൻ ആകെ ചെയ്യുന്നത് ബലിപീഠത്തിലേക്ക് പോയിട്ടൊരു ബലിയർപ്പിക്കും. പോയി നന്നായിട്ട് ഒരുങ്ങി ശരിക്കും പ്രാർത്ഥിച്ചൊരുങ്ങി മുസാരിച്ചൊരുങ്ങി ഒറ്റ ബലിയർപ്പിക്കും. പരിശുദ്ധ കുർബാന അർപ്പിച്ചെനിക്കറിയാം കൃത്യം അന്ത്യത്താഴത്തിൻ്റെ പ്രാർത്ഥന കഴിയുമ്പോൾ എനിക്കറിയില്ല ഒരു സംഭവം എൻ്റെ അടുത്ത് അങ്ങ് മാറുന്നത് കാണാം. തടസ്സങ്ങളെല്ലാം അങ്ങ് മാറും, മുന്നോട്ട് ഞാനങ്ങ് പോകും. കുർബാന ഒറ്റ ബലിയർപ്പണം കഴിയുമ്പോഴേ എല്ലാ പ്രശ്നം തീരും.
ഇന്നേ വരെ 24 മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിശുദ്ധാത്മാവ് തീർത്ത് തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ കാരണം, ഒരൊറ്റ കാരണം പരിശുദ്ധ കുർബാന. അതുകൊണ്ട് ഞാൻ പറയും, ഈ നാട്ടിലുള്ള പ്രശ്നമുള്ള കുടുംബങ്ങളുണ്ടെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ നടക്കാമെങ്കിലും നടക്കാൻ പറ്റിയില്ലെങ്കിലും, ആരോഗ്യമുണ്ടെങ്കിൽ ആരോഗ്യമില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ദേവാലയത്തിലെത്തി ബലിയിൽ പങ്കെടുക്കുക, ആ ബലിയോട് ചേർന്ന് നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർന്നിരിക്കും, നിങ്ങളുടെ കട്ടഴിഞ്ഞിരിക്കും. നാട് നീളെ ആളുകൾ ജോത്സ്യൻ്റെ ഒന്നൊക്കെ പുറകെ പോയേക്കരുത്. ഉള്ള പിശാച് ഇരട്ടിയായിട്ട് കൂടിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. 50 പിശാച് കൊണ്ട് ചെല്ലുന്നവനെ 500 പിശാചാക്കി അവൻ തിരിച്ചു വിടും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലർക്കും വഴിതെറ്റിക്കൊണ്ടിരിക്കുക, വിശ്വാസ മേഖലയിൽ വഴിതെറ്റുന്നുണ്ട്. സൂക്ഷിക്കുക. പ്രൈസ് ദി ലോർഡ്. അപകടങ്ങളൊന്ന് വിളിച്ച് വരുമ്പോൾ എനിക്ക് ഈശോ കൃപ തന്നുകൊണ്ട് കാണുമ്പോഴേ ചോദിക്കും, ഇന്ന ഉണ്ടോ? ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നതിന് കൂടുതലല്ലാതെ അതിന് കുറയത്തില്ല. രക്ഷപ്പെടണമെങ്കിൽ ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് അനുദപിച്ച് കുമ്പസാരിക്കുക. എന്നിട്ട് സഭയിലേക്കും ബലിപീഠത്തിന് അടുക്കിലേക്കും വരിക. കൈയടിച്ച് കർത്താവെന്ന് പറഞ്ഞ് ബന്ധം അഴിയട്ടെ. 2 കരം പിടിച്ച് പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, വിശ്വ ആരാധന, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കുറേ നാൾക്ക് എൻ്റെ ഒരു സ്നേഹിതൻ, അവന് ഈ എറണാകുളത്തുള്ളവനായിരുന്നു, പഴയൊരു സ്നേഹിതൻ. അവന് എനിക്കൊരു 10-18 വർഷമായിട്ട് എനിക്ക് പരിചയമുള്ള. അപ്പം അന്ന് ഞാൻ എറണാകുളത്ത് വരുമ്പം ഇവരെന്നെ സഹായിക്കും. അത്യാവശ്യം എനിക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കും. ഇവരെന്നെ എൻ്റെ കൂടെ വരുമായിരുന്നു. 16-18 വർഷം മുമ്പാണ്. അപ്പം നല്ല അന്ന് ചെറുപ്പക്കാരൻ. അവന് ഭാര്യയുണ്ട്, 2 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. ഒത്തിരി ബുദ്ധിമുട്ട്, സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടും, കടം കയറി വളരെ വിഷമം. അപ്പം അവിടെ അവൻ്റെ ഒരു ബന്ധുവിൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ള ബന്ധുവിൻ്റെ പഴയൊരു ഓടിട്ടൊരു വീടുണ്ട്. ആ വീട്ടിലാണ് ഇവൻ്റെ താമസം. അവിടെ കിടന്നുകൊണ്ട് ഇവന് ഇങ്ങനെ ജോലിയും പണിയൊക്കെ ചെയ്യും. പക്ഷെ ഒന്നും ശരിയാവും. നല്ല ഇച്ചിരി കഴിവുള്ള കൊച്ചാണ് ഇവൻ, നല്ല മിടുക്കനാണ്. പക്ഷേ ഒരു കാര്യവും നടക്കില്ല. എന്തിനിറങ്ങിയാലും ബ്ലോക്ക്, എന്നും വീട്ടിലാണ് ഇവനുള്ള 2 കുട്ടികൾക്കും ഒരു രോഗം. ഒരാളുടെ രോഗം മാറിയാൽ അടുത്തയാൾക്ക് രോഗം ഇങ്ങനെ, അല്ലെ ഭാര്യയ്ക്ക്, അല്ലെ ഇവന് ഒരു കാര്യം നടക്കത്തില്ല. അപ്പോൾ ഇതിന് ഒരുപാട് കഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പോയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ 2 ആഴ്ചത്തേക്ക് വലിയ കുഴപ്പം കാണില്ല. വീണ്ടും 2 ആഴ്ചയും പഴയ പോലെ തന്നെ അസ്വസ്ഥതകളും പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ എന്നോട് ഇങ്ങനെ പ്രാർത്ഥന എപ്പോഴും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കും. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെ ഇരിക്കെ ഇവൻ താമസിക്കുന്ന വീടിൻ്റെ ഉടമയായ അവൻ്റെ ബന്ധു തന്നെ, അവന് ഫ്രീ ആയിട്ടാണ്, അവന് വാടകയൊന്നും കൊടുക്കണ്ട. പക്ഷേ അവൻ തീർന്നുകൊണ്ടിരിക്കുക. പ്രശ്നം 3-4 വർഷം അവിടെ 2-3-4 വർഷം കൊണ്ട് ഒരു രക്ഷയില്ല, അവൻ കരകയറുന്നില്ല. അപ്പോൾ ഇവൻ്റെ ബന്ധു അവൻ്റെ വീടിൻ്റെ മുറ്റത്ത്. ഈ ബന്ധു വലിയൊരു മനുഷ്യൻ, പുള്ളി കേരളത്തിലെ ഒരു ഗവൺമെൻറ് ഓഫീസറൊക്കെ ആയിരുന്നതാണ്. പക്ഷേ ആൾക്കൊരു പ്രശ്നമുള്ളൂ, ആൾക്ക് സമയനോട്ടം, ഒരു സ്വന്തമായൊരു മന്ത്രവാദിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. കുടുംബസ്വത്ത് പോലെ സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. സ്വന്തമായിട്ടൊരു വികാരിച്ചനുണ്ടെന്ന് പറയുന്ന പോലെ ചിലർക്ക് സ്വന്തമായിട്ടൊരു മന്ത്രവാദി. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തിൽ പറയും ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ എപ്പോഴും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും അങ്ങോട്ടാണ്. പ്രൈസ് ദി ലോർഡ്. യാത്ര അങ്ങോട്ട്. അപ്പോൾ ഈ സമയം നോട്ടം ഇതിങ്ങനെയുള്ള ഒരുപാട് കലാപരിപാടിക്ക് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പോയിക്കൊണ്ടിരിക്കും. ഈ അപ്പം പോകും. പുള്ളി അതിലാണ് വിശ്വാസം. പുള്ളി പള്ളിയിലൊന്നും പോകത്തുന്നില്ല, കുർബാന കുമ്പസാരമൊന്നും പരിപാടിയൊന്നും ഇല്ല. പുള്ളിക്ക് ഈ പരിപാടിയാണ്. അപ്പോൾ ഒരു ദിവസം പുള്ളിക്ക് ഇഷ്ടംപോലെ പണം ഇഷ്ടംപോലെ ഇരിപ്പുണ്ടേ, ഈ ജോലി സ്ഥലത്തു നിന്നൊക്കെ കിട്ടിയ പാടസ. അപ്പോൾ ഇവനോട് പറഞ്ഞേടാ, നീ ഒരു കാര്യം ചെയ്യും, നീ രക്ഷപ്പെടാൻ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഈ മനുഷ്യൻ്റെ സഹോദരിയുടെ മകനാണ് ഇവന്. പ്രസലോഷ്. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ നിനക്ക് കുറേ പണം തരാം, നീ പോയിട്ടൊരു വലിയ ബിസിനസ് തുടങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പം അങ്ങനെ അവനൊരിടത്ത് എറണാകുളത്തൊരു ഭാഗത്ത് അവനൊരു ഹോൾസെയിലിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പം അങ്ങനെ ഒരു ഹോൾസെയിൽ ഒരു കടയൊക്കെ മേടിച്ചു. 2 മുറി വലിയ ഷട്ടറുള്ള വലിയൊരു കട മേടിച്ച് അവന് ഹോൾസെയിലിൻ്റെ ബിസിനസ് എല്ലാം ശരിയാക്കുക. അപ്പോൾ അത് വെഞ്ചരിക്കാൻ വേണ്ടി ഇവൻ അന്ന് എന്നെ വിളിച്ചു. സർവോടത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഏകദേശം ഒരു 13-14 വർഷം മുമ്പായി സംഭവം കേട്ടോ. 14-15 വർഷമായിക്കണം. അപ്പോൾ ഇവനെ വിളിച്ചു, അച്ഛാ ഒന്ന് വരാമോ. അപ്പോൾ ഇവനോടുള്ള എനിക്കൊരു സ്നേഹമുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ നേരെ അവൻ്റെ വീട്ടിൽ ചെന്നു. ഇവൻ്റെ കട ചെന്നപ്പോൾ ഇവൻ്റെ ഈ ബന്ധുവായ ഇച്ചിരി പ്രായമുള്ള മനുഷ്യനാണ്, റിട്ടയേർഡാണ് ആൾ, 10-60 വയസ്സ് മുകളിൽ പ്രായമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആളവിടെ ഇരിപ്പുണ്ട്. ആൾ കണ്ടേ പാട് ഞാൻ രാവിലെ ഒരു 9-10 മണിയായപ്പോൾ ഇവിടെ എത്തി. ചെന്ന പാട്, അച്ഛാ ഇപ്പോഴല്ല വെഞ്ചരിക്കേണ്ടത്, 12 മണിക്കാണ് വെഞ്ചരിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് വകുപ്പ് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോഴല്ല വെഞ്ചരിക്കേണ്ടത്, 12 മണിക്കാണ് വെഞ്ചരിക്കേണ്ടത്. അത് കണ്ടപാടെ എനിക്ക് മനസ്സിലായി പണി വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്.
അപ്പോൾ ഞാൻ സാധാരണയാണ് ഞാൻ നല്ല കോപിക്കുന്നയാളാണ്, നല്ല ദേഷ്യപ്പെട്ട് ഞാൻ ഇറങ്ങി അങ്ങ് പോവുകയുള്ളൂ. പെട്ടെന്ന് ഞാൻ എൻ്റെ ഉള്ളിൽ പരിശുദ്ധമാവേ ഞാൻ എന്നാ ചെയ്യണം? പരിശുദ്ധ പറഞ്ഞു, നീ ഒന്നും ചെയ്യേണ്ട, ആ മനുഷ്യൻ പറഞ്ഞ പോലെ ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ കുറേ കാര്യം നിന്നെ പഠിപ്പിക്കാം. നമുക്ക് ടീച്ചറും കൂടിയാണല്ലോ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ശരിക്കും പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ്. വേറെ ആര് പഠിപ്പിച്ചാലും അപൂർണമായ പഠനം ആകില്ല. അത് കുറച്ചൊക്കെ ശരിയാണ്, പക്ഷെ മുഴുവൻ ശരിയാകില്ല. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ ഉച്ചത്തിൽ കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ. അച്ഛൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ? യെസ് ഓർ നോ? എന്നോ കൈയടിച്ച് മക്കളെ നന്നായിട്ട് അമ്മ അമ്മ ഹലോ ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പം അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു 2 മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്തു ഗുളികൻ്റെ സമയം വരാൻ. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അവൻ്റെ സമയം വന്നപ്പോൾ ഇപ്പം സമയമായി, ഇപ്പം വെഞ്ചരിച്ചോളാം. വെഞ്ചരിക്കാൻ കയറുന്ന പറഞ്ഞു ഞാനിങ്ങനെ പറയും അതല്ല തെക്ക് വടക്ക്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ നാട്ടിലും തെക്കും വടക്കൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞങ്ങൾക്കത് അറിയത്തില്ല എനിക്ക്. അപ്പം ഞാൻ പറഞ്ഞു എങ്ങോട്ടാന്ന് ചേട്ടൻ തന്നെ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ തെക്കും വടക്കൊക്കെ വെച്ചുകൊണ്ട് ആനമ്പുള്ളൊക്കെ തെളിച്ചേ. അതിനവസാനം ഇതെല്ലാം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു. ഇവനാകെ വിഷമമായി. എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അവന് ഒത്തിരി വിഷമമായി. അവൻ പിന്നെ ഞാൻ പിന്നെ ഒന്നും വേണ്ടിയില്ല. കാരണം വെച്ചാൽ ഇവനെങ്ങനെയും കരകയറാൻ വേണ്ടിയാണ് ഇവൻ ഈ ബന്ധുവിനെ ആശ്രയിക്കുന്നത്. ഇവൻ പണങ്ങിയാൽ ആളിട്ടു അതിൻ്റെ പ്രസ്ഥാനം പൊട്ടിപ്പോകും. പ്രശ്നം ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പം ഞാൻ സഹിച്ചുകൊണ്ട് 12 മണി വരെ അവിടെ ഇരുന്ന് കൊട്ടോ. പ്രശ്നം 12 മണി ഇരുന്നിട്ട് വെഞ്ചിരിപ്പ് കഴിഞ്ഞപ്പം ഈ ഷട്ടറിട്ട് അടച്ച് ഭക്ഷണം അവൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോകാച്ചാ പോവാ. അപ്പോൾ ഷട്ടറിട്ടപ്പോൾ ഞാനും കൂടിയാണ് ഷട്ടറിട്ട് ദൈവാനുഗ്രഹമുണ്ട്. പിന്നെ അത് തുറന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. കൈയടച്ച് കർത്താവ് ഒന്നേ പറഞ്ഞേ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ യേശുവേ സ്തുതിക്കുന്നു. ഞാൻ ഷട്ടറിട്ട് വെച്ച് പോന്നു, തുറന്നില്ല. 2 മാസം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛാ അന്ന് അടച്ച് പിന്നെ തുറന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പ്രസ്ഥാനം പോയി. അവർക്ക് പറഞ്ഞു. അപ്പോൾ കാര്യത്തിന് തീരുമാനം യേശു ആരാധന. അപ്പോൾ ഇവനോട് ചോദിച്ചു അച്ഛാ ഇനി എന്തെങ്കിലും വഴി അച്ഛൻ ഞാൻ ഇന്ന ചെയ്യണം. ഇനി ഒരു വഴിയില്ല അച്ഛാ. ഇത് അവിടെ വെച്ച് പ്രശ്നം കയറി വന്നു, അതുകൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞ മോനെ ഞാനൊരു കാര്യം പറയാം. ഞാൻ സീരിയസ് ആയിട്ട് ഇത്ര നേരം നമ്മൾ തമാശ പറഞ്ഞു, പക്ഷെ ഞാൻ സീരിയസ് ആയിട്ട് കാര്യം അത് നിനക്ക് ചെയ്യാൻ പറ്റുമോ? അച്ഛാ അതെ നീ ചെയ്യേണ്ടത് പറ്റുവാണെങ്കിൽ നാളെ തന്നെ നിൻ്റെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങണം. നീ എവിടെയെങ്കിലും പോയൊരു വീട് വാടകയ്ക്കെടുക്കുക. ഉള്ള കയ്യിലെ പൈസ കൊണ്ടുപോയി തുടങ്ങിക്കും. നീ ആ പഴയ വീട്ടിൽ നിന്ന് ഇറങ്ങുക. സാധനം എടുത്തുകൊണ്ട് പോക്കണം. അപ്പോൾ അമ്മാവൻ ചോദിക്കും നീ എന്താ പോകുന്നു വെച്ചാൽ നീ പറയണം അച്ഛൻ പറഞ്ഞിട്ടാൻ തന്നെ നീ പറഞ്ഞേരെ. പ്രസലോഷ് രക്ഷപ്പെടാനുള്ള അവസാനത്തെ വഴി. പ്രസലോഷ് 3-4 വർഷം ഓടി നടന്നിട്ട് ഇവൻ്റെ വീട് രക്ഷപ്പെടുന്നില്ലേ? തകർന്നേ, എല്ലാം തകർന്നേ. ഈ പൈശാചിക ശക്തികളെ ആശ്രയിക്കുന്നവൻ്റെ അടുത്ത് നിന്നാൽ മതി, നമുക്കിട്ട് അടി കിട്ടും. പ്രസ്തലോഷ് അങ്ങനെ തിയറി ഉണ്ട്. അപ്പം ഇറങ്ങിക്കോളാൻ പറഞ്ഞു. നീ നാളെ വണ്ടി പിടിച്ച് ഇറക്കും. അവൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞാൽ കേട്ടോളാം. അത്ര എന്നോട് വലിയ ആത്മാർത്ഥ്യമുള്ള. പെട്ടെന്ന് അവൻ പോയിട്ട് എറണാകുളത്തൊരു സ്ഥലത്ത് പോയി ഒരു ചെറിയ വീട് വാടകയ്ക്ക് കൊണ്ട് പിടിച്ചു. പിറ്റേ ദിവസം ഇവൻ്റെ ബന്ധുവിനോട് പറയാതെ തന്നെ പിറ്റേ ദിവസം രാവിലെ ഒരു ലോറി കൊണ്ടുവന്നിട്ട് സാധനം കെട്ടുക. അപ്പം ഞാൻ എന്നോട് പറഞ്ഞു ആ മനുഷ്യൻ തന്ന് ഒരു സാധനം ഒന്നും എടുത്തേക്കരുത്, അതവിടെ ഇട്ടേക്കണം. നിൻ്റേതായത് എന്തെങ്കിലും സ്വന്തമായിട്ടുണ്ട് അതുകൊണ്ടേ പോകാവുള്ളൂ, അല്ല വേറെ ഒന്നും നീ എടുത്തേക്കരുത്. ആൾ ചോദിച്ചാൽ പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞിട്ടെന്ന് പറഞ്ഞേക്കാൻ പറയും, വേറെ ഒന്നും നീ പറയണ്ട. പിറ്റേ ദിവസം ഇവൻ എടുത്തപ്പോഴത്തേക്കും ഈ പറഞ്ഞ ബന്ധു നീ എന്താ കാണിക്കും, നീ എന്തൊക്കെ പറ്റും, നീ എന്താ ഉദ്ദേശം? പറഞ്ഞു ഒന്നുമില്ല, അച്ഛൻ എന്നോട് പറഞ്ഞത് ചെയ്യാൻ പറഞ്ഞിക്കോളാൻ പറഞ്ഞു. നീ ഇനി മേലെ ഇങ്ങനെയുള്ള തിന്മയുടെ ബന്ധങ്ങൾ സൂക്ഷിക്കേണ്ട. പ്രശ്നം ഒക്കെ സ്നേഹം സൂക്ഷിച്ചു. എല്ലാവരുടെ നമുക്ക് സ്നേഹം വേണം. പക്ഷേ പൈശാചിക ശക്തിയെ ആശ്രയിക്കുകയും ആരാധിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്തു പോകുന്ന മക്കളെ പറ്റില്ല. സത്യദൈവം കർത്താവ് ഈശോയ, ആ ഈശോയിലേക്ക് വരുന്നവൻ സ്വതന്ത്രനാ. ആ ഈശോയിൽ വിശ്വസിക്കുന്നവൻ മാത്രമാണ് രക്ഷപ്പെടുന്നത്, അല്ലാതെ വേറെ വഴിക്ക് പോകുന്നവനും രക്ഷപ്പെടാൻ പോകുന്നില്ല. കർത്താവ് ഈശോയുടെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, തിരുസഭയിലൂടെ എനിക്ക് ലഭിച്ച പൗരോഹിത്യത്തിൻ്റെ കൃപയും അധികാരവും ഉപയോഗിച്ചുകൊണ്ട് അപ്പസ്തോലന്മാരുടെ അഭിഷേകത്തോട് ഐക്യപ്പെട്ടുകൊണ്ട് തിരുസഭയോട് ഐക്യപ്പെട്ടു നിന്നുകൊണ്ട് തിരുസഭ എല്ലാ മെത്രാന്മാരുടെയും ശ്ലൈകിക അധികാരത്തോട് പ്രത്യേകമായുധം ഐക്യപ്പെട്ടു നിന്നുകൊണ്ട് ഈ ദേശത്തുള്ള എല്ലാ മെത്രാന്മാരുടെയും ശ്ലൈകിക അധികാരത്തോട് അപ്പസ്തോലിക കൃപയോട് ഐക്യപ്പെട്ടു നിന്നുകൊണ്ട് ഇത് കൽപ്പിക്കുന്നു. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു, ഈ സ്ഥലത്തിൻ്റെ മേൽ, ഈ മക്കളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ രഹസ്യമായും പരസ്യമായും ദൃശ്യമായും അദൃശ്യമായും പ്രവർത്തിക്കുന്ന എല്ലാ അന്ധകാര ആത്മാക്കളെയും ദുഷ്ടവിശ്വാസികളെയും
ആ പുരാതന സർപ്പത്തെ 33:1 1 ആത്മാക്കളെ, 34:4-7 വരെയുള്ള വചനത്തിൽ ആത്മാക്കളെ, വെറുപ്പിന് കായേന്റെ രൂപികള്, ഹോശേയ 5 അശുദ്ധാത്മാക്കളെ, ഈശോമിശിഹായുടെ നാമത്തില് അപ്പസ്തോല പ്രവർത്തനം 16, 17, 18, 19 വചനം കൊണ്ട്, 1 യോഹന്നാൻ 3:8 വചനം കൊണ്ട്, 19, 34 വചനം കൊണ്ട് ബന്ധിക്കുന്നു. ബന്ധിച്ച് 8:31 ബഹിഷ്കരിക്കുന്ന സ്ഥലത്തിലും യേശുനാമത്തെ ഇറങ്ങിപ്പോൻ ആജ്ഞാപിക്കുന്നു. ഈ ദേശത്തുള്ള മക്കളുടെ ശരീരത്തില് രോഗങ്ങൾ, രോഗപീഠകൾ, തകർച്ചകൾ, കുടുംബ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, ജോലി തകർച്ചകൾ, വിവാഹ തകർച്ചകൾ, കടബാധ്യതകൾ, കുടുംബ പ്രശ്നങ്ങൾ, പൈശാചിക മേഖല, അങ്ങനെയുള്ള ബന്ധനങ്ങൾ, രോഗങ്ങൾ, മാരക രോഗം, മാറാരോഗങ്ങൾ, പൈശാചിക പിടിയിൽക്കുള്ള രോഗങ്ങളാൽ വലയുന്ന മക്കൾ ആരെല്ലാം ഇപ്പോൾ ഈ കൂട്ടായ്മയിലും ഈ ശുശ്രൂഷയിലും ലോകത്ത് എവിടെയെല്ലാം ഇരുന്നുകൊണ്ട് കൂടുന്നുണ്ടോ, ആരെല്ലാം ഈശ്വരൻ വിശ്വസിക്കുന്നുണ്ടോ, സംശയമില്ലാത്ത മക്കൾ ആരെല്ലാം ഉണ്ടോ, ആ മക്കളുടെ മേലും കുടുംബങ്ങളുള്ള ദുഷ്ടവിശ്വാസങ്ങളെ, രോഗപീഠകളെ, പാപപീഠകളെ ഈ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിന് ബന്ധിക്കുന്നു. ബന്ധിച്ച് ലൂക്കാ 8:31 ബഹിഷ്കരിക്കുന്നു. ഈ ദേശത്തുള്ള മക്കൾ ആരെല്ലാം സഭയ്ക്ക് വിരുദ്ധരായ മക്കളുണ്ടോ, വിശ്വാസമില്ലാത്ത മക്കള്, സത്യസഭയോട് സത്യവിശ്വാസത്തിനും അകന്നു കഴിയുന്ന മക്കള്, പാപകരമായ ബന്ധങ്ങളിൽപ്പെട്ടിരിക്കുന്ന മക്കള്, വ്യഭിചാരത്തിന്, സ്വവർഗരതികളെ, ദുർഭൂതങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതം നയിക്കുന്ന മക്കൾ ആരെല്ലാം ഉണ്ടോ, മദ്യത്തിൻ്റെ, പുകവലിയുടെ, മയക്കുമരുന്നിൻ്റെയും ആ ജീവിതത്തോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന മക്കൾ, അവിഹിത ബന്ധങ്ങൾ, പ്രേമബന്ധങ്ങൾ, സത്യസഭയുടെ വിശ്വാസത്തിന് വിരുദ്ധമായ ഫ്രണ്ട്ഷിപ്പിൽ കഴിയുന്ന മക്കൾ ആരെല്ലാം ഉണ്ടോ, അവൻ്റെ മേലും അവളുടെ മേലും പ്രവർത്തിക്കുന്ന ദുഷ്ടജന്തുക്കളെ, പൈശാചിക ആത്മാക്കളെ മൊത്തത്തോടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിന് ബന്ധിച്ചിരിക്കുന്നു. യേശുവിന്റെ കാഴ്ചപ്പാട്ടിലേക്ക് ബഹിഷ്കരിക്കുന്നു. വിദേശത്തുള്ള മക്കള്, നിരാശപ്പെട്ടിരിക്കുന്ന മക്കള്, കുടുംബം തകർന്നവര്, ഒറ്റപ്പെട്ടു പോയവര്, ആരുമില്ലാത്ത മക്കള്, മനസ്സ് തകർന്ന മക്കള്, എല്ലാ തരത്തിലും ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും തകർച്ചകളും ദുരിതങ്ങളും അനുഭവിക്കുന്ന മക്കളുണ്ടോ, ആ മക്കളെ ദുരിതപ്പെടുത്തുന്ന, തകർക്കുന്ന ദുഷ്ടപിശാചുകളെ, അശുദ്ധാത്മാക്കളെ പരിശുദ്ധ കുർബാനയിൽ ജീവനോട് എഴുന്നള്ളിരിക്കുന്ന ഉത്ഥിതനായ യേശുവിന്റെ നാമത്തിന് ബന്ധിച്ചിരിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഒറ്റ വിളിച്ചോയേ, കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് മക്കളെ കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. എല്ലാ വേദന കൊടുത്ത്, ഒരു 7 നിയോഗം കൊടുത്ത് ഈശോ ഏറ്റെടുക്കുന്നു. യുവാക്കള്, യുവതികള്, അപ്പനമ്മമാര്, മുതിർന്നവര്, വാർദ്ധക്യത്തിൽ പോകുന്നൊക്കെ പ്രാർത്ഥിച്ച്, എല്ലാം പ്രാർത്ഥിച്ച് ഈശ്വരൻ സമർപ്പിച്ച് ഇത് കർത്താവ് നമ്മെ ആശീർവദിക്കാൻ പോകുന്ന വലിയ സമയമാണ്, വലിയ കൃപയുടെ സമയമാണ്. വിഷയം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്ന മക്കള് കണ്ണു തുറന്ന് ഈശോയോട് നോക്കിയിട്ട് ചങ്ക് പൊട്ടി അങ്ങ് ഈശോയെന്ന് വിളിച്ച്, യേശുവെന്ന് വിളിച്ച്, യേശുവെന്ന് ചങ്ക് പൊട്ടി വിളിച്ച്, യേശുവെന്ന് വിളിച്ച്, പോരാ യേശുവേ, അഭിഷേക പെരുമഴ, കൃപയുടെ അഭിഷേകം, കൃപയുടെ അഭിഷേകം.